വിലയിടിവിനെ തുടർന്ന് മധ്യ കേരളത്തിലെ കർഷകർ എന്നേക്കുമായി റബ്ബർ കൃഷി ഉപേക്ഷിക്കുന്നു. മരങ്ങൾ കൂട്ടത്തോടെ വെട്ടിമാറ്റി മറ്റ് കൃഷികൾക്ക് ഭൂമി ഉപയോഗിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മിക്ക കർഷകരും. കർഷകരുടെ പിന്മാറ്റം റബ്ബർ കൃഷി തുറച്ചുനീക്കപ്പെടുന്നതിലേക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങളിലേക്കാണ് കാർഷിക മേഖലയിൽ ഉണ്ടാക്കുക. തരിശിടമായി കിടക്കുന്ന ഈ ഭൂമിയിൽ ഒരു കാലത്ത് റബ്ബർ മരങ്ങൾ നിറഞ്ഞു നിന്നിരുന്നു. അന്ന് ടാപ്പിംഗ് തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് കുടുംബങ്ങളുടെ അത്താണിയായിരുന്ന റബ്ബറിന് ഇന്ന് ഉടമസ്ഥന്റെ കുടുംബത്തിന്റെ നിത്യച്ചെലവ് പോലും നൽകാൻ പ്രാപ്തിയില്ല. ഇതോടെ റബ്ബർ മരങ്ങൾ കൂട്ടത്തോടെ വെട്ടിമാറ്റി ജീവിക്കാൻ ആവശ്യമായ മറ്റു വഴികൾ തേടുകയാണ് ഓരോ കർഷകനും. വെട്ടുകാർക്ക് കൂലി കൊടുക്കാൻ പോലും തികയുന്നില്ല. അവർ ഉള്ള സ്ഥലത്തോട്ടത്തിലെല്ലാം പങ്ങിനാണ് വെട്ടുന്നത്. അതുപോലും ഒരു വെട്ടാൻ തയ്യാറില്ലാത്തപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ വെച്ചോണ്ടിരുന്നിട്ട് എന്ത് ചെയ്യാൻ വരുമ്പോഴും അതങ്ങ് വെട്ടിക്കളഞ്ഞിട്ട് തെങ്ങോ അല്ല കമുകൊക്കെ. റബ്ബർ കർഷകർ കൃഷി ഉപേക്ഷിക്കുന്നതും മരങ്ങൾ മുറിച്ചു മാറ്റുന്നതും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് റബ്ബർ മേഖലയിൽ ഉണ്ടാക്കുക. 15 ലക്ഷത്തിലേറെ പേരെ ഇത് നേരിട്ട് പ്രതികൂലമായി ബാധിക്കും. റബ്ബർ കൃഷിക്കാർ മാത്രമല്ല, അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന തൊഴിലാളികൾ 12 ലക്ഷം കേരളത്തിലും പുറമേയുള്ള ഒരു 1.5 ലക്ഷം കൂടി കൂട്ടി ഒരു 12 ലക്ഷം കൃഷിക്കാരും 6 ലക്ഷം തൊഴിലാളികളും ഇന്ന് യഥാർത്ഥത്തിൽ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ആത്മഹത്യയുടെ വക്കത്താണ്. ഈ ഭൂമിയിൽ പുതിയ കൃഷികൾ തുടങ്ങിയാൽ എത്രത്തോളം വിജയിക്കുമെന്ന കാര്യത്തിലും കർഷകർക്ക് ഉറപ്പില്ല. വെട്ടി കളഞ്ഞ് വേറെ എന്തെങ്കിലും ചെയ്ത് പുതിയൊരു കൃഷി ആദായവും പിടിപ്പിച്ചെടുക്കുക എന്നൊക്കെ പറയുന്നതൊന്നും ഉടനെ ഒന്നും ക്ലച്ച് പിടിച്ച് വരുന്ന ഒരു പണിയല്ലല്ലോ. തിരികെ റബ്ബർ കൃഷിയിലേക്ക് ചേക്കേറുക അസാധ്യമാണ് താനും. അതായത് സ്ഥിതി തുടർന്നാൽ റബ്ബർ മേഖലയിൽ കേരളത്തിലുണ്ടായിരുന്ന കുത്തക എന്നേക്കുമായി തകരുമെന്നുറപ്പ്. ക്യാമറാമാൻ എബിൻ സാബുവിനൊപ്പം യദു നാരായണൻ, റിപ്പോർട്ടർ, ഇടുക്കി.